അന്നേരം കച്ചവടം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലേക്കാ. ഒന്നും ഉണ്ടായിട്ട് ചെക്കൻ രാവിലെ തുടങ്ങിയല്ലോ മനുഷ്യനെ വെറുപ്പിക്കാൻ. ബാപ്പാ ചായ. ഇതേ കണക്ക് ചായ വേണോ? വേണ്ട. ശിവനെ കൊണ്ട് ഞാൻ തോറ്റി. ആ കായിക്ക, ഇന്ന് ചാകര എടുക്കുന്ന ദിവസമാ. അറബിയ സിലാണോ? അറബി. ആര് പറഞ്ഞു? ലോറൻസ്. വഹാബിനോടും ശശാങ്കനോടും തെക്കോട്ട് നേരത്തെ നീങ്ങാൻ ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കായിക്ക, ഷാഹുലിന് ഇന്നലെ നല്ല കോളായിരുന്നു. ഹിപ്പിയോട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. മുടിഞ്ഞോൻ ഓന്റെ വർത്താനം മേലാൽ ഇവിടെ പറഞ്ഞു പോകരുത്. ഹലോ. സാർ, ജനയമ്മേ, ജനയമ്മേ, ജനയമ്മല്ലേ ഇവിടെ? അമ്പലത്തിൽ പോയിരിക്കുക. അങ്ങോട്ട് തീരി, ഇങ്ങോട്ട് തീരി. മോനിരിക്കി. എനിക്കൊരു 10 രൂപ തരുക. എന്തിനാ? പട്ടം പറപ്പിക്കാനാ. കൊടുക്കല്ലേ മോനെ? തിരിച്ചു കൊടുക്കണം. നമുക്ക് നീ പാടാ. നമുക്ക് കള്ള ഹറാൻ പറഞ്ഞോനെ. കാസിമിനെ കൊന്നല്ലേ? അവൻ ജോണിയെ കൊന്നു. അതുകൊണ്ട് ജോണിന്റെ ജീവൻ തിരിച്ചു കിട്ടു? കൊല്ലും കൊലയും എന്നാ ഈ തൊഴിലിലൊന്ന് അവസാനിച്ച് കിട്ടുക? ഈ തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും, തുടർന്നുകൊണ്ടേയിരിക്കും. ഷാഹുൽ എവിടെ? ഓനകത്തുണ്ട്. എന്തിനാ? അവൻ കഞ്ചാവ് കച്ചവടം തുടങ്ങിയെന്ന് കേട്ടു. എനിക്ക് അവനെ ഒന്ന് കാണണം. കാലത്താണ് വന്ന് കിടന്നത്. ഞാൻ വിളിക്കാം. ഷാവുലേ, അല്ല ഷാവുലേ, ഷാവുലേ. ഞാൻ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? ഒന്ന് പറഞ്ഞ 10 തർക്കുത്തരം പറയും. അതാണ് ഓന്. വാപ്പ എന്തിനാ വിളിച്ചത്? ഷാഹുലേ, നിന്റെ പുതിയ കച്ചവടം എങ്ങനെയുണ്ട്? തരക്കേടില്ല. നിനക്ക് ചേർന്ന തൊഴിലല്ല ഇത്, നീ നിർത്തണം. എല്ലാവർക്കും സ്വർണ്ണ കച്ചവടം ചെയ്യാൻ സാധിക്കൂ? ഇഷ്ടം പോലെ ചെയ്യാം. പിന്നൊരു കാര്യം, സ്ക്വാഡ് പിടിച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓ, ഹറാം പറഞ്ഞോനെ. ഓന്റെ ധിക്കാരം കണ്ടില്ലേ? വാ, ചെല്ലടാ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അന്തസ്സുള്ളതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇരട്ടി ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് കഞ്ചാവ് കച്ചവടം, എനിക്കറിയാം. എന്നാലും ആളെ കൊല്ലിക്കുന്ന ഈ ബിസിനസ് നമുക്ക് വേണ്ട. പിന്നെ ഞാൻ എന്ത് ഈ സോപ്പും ജീപ്പും കണ്ണാടി ഒന്നും വിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ നീ ചെയ്യണ്ട. നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ, അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണോ? നീ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം, നീ ഇനി കഞ്ചാവ് കച്ചവടം ചെയ്യില്ലെന്ന്. ഞാൻ വിശ്വസിച്ചോട്ടെ? ഞാൻ പോട്ടെ. ഞാൻ ജാനകിയമ്മയെ വീട്ടിൽ നോക്കി. ഞാൻ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. ഇന്ന് അവളുടെ പിറന്നാളാണ്. സാഗർ പോയിരുന്നു. അവളെ കണ്ടോ? ഇല്ല, ഞാനിന്ന് പോകുന്നുണ്ട്. പ്രസാദം കൊടുത്തേക്കാം. ജ്യോതിയോട് വല്ലതും പറയണോ? അമ്മയ്ക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വരെ വന്നിട്ട് സാഗറിന് അമ്പലത്തിൽ കയറിയും തൊഴുതുകൂടെ? അതിലും ശക്തിയുള്ള ദേവി എന്റെ കൂടെ ഉള്ളപ്പം ഞാൻ അതിന്റെ അമ്പലത്തിൽ കയറണ. ഇതാ തൊട്ടുക.
പിറന്നാളാണെന്ന് ജ്യോതിയുടെ അമ്മ പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അമ്മയ്ക്ക് സുഖാണെന്ന് പറയാൻ പറഞ്ഞു. അതെ, ഞാൻ ഈ കരച്ചില് കാണാനല്ല വന്നത്. ഇങ്ങോട്ട് നോക്കി. ഈ കണ്ണീരിങ്ങനെ ചുമ്മാ കളയാനുള്ളതല്ല, വളരെ വില കൂടിയതാ. ജ്യോതി ചെറുപ്പമല്ലേ, ഇനിയും ജീവിതത്തിൽ ഇത് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ ഒരുപാട് വരും. ഞാൻ പോട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുള്ളതല്ലേ. സാഗർ അപകടം പിടിച്ച ഈ തൊഴിൽ നിർത്തണം, അല്ലേ? സാഗർ എന്നെ മറക്കണം. ഞാനൊരു കുറ്റവാളിയാണ്, ജയിൽ പുള്ളിയാണ്. സാഗർ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ഇതല്ലേ പറയാനുള്ളത്? എടി പെണ്ണെ, അന്നും ഇന്നും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ നിന്നെ ജയിൽ പുള്ളി എന്ന് പറഞ്ഞാലും ഞാൻ ഈ കഴുത്തിലെ താലി കെട്ടു. അതുകൊണ്ടുണ്ടാവുന്ന കുറവ് ഞാൻ സഹിച്ചോളാം. വേറൊരു പെൺകുട്ടിയെ ഈ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. ജ്യോതി, എന്തായത്? കരച്ചിൽ നിർത്താൻ. എന്നെ വല്ലതും അറിയിക്കാനുണ്ടെങ്കിൽ ഒരു കത്തെഴുതി അസിസ്റ്റന്റ് വാർഡൻ ജനാർദ്ദൻ അറിയിപ്പിച്ചാൽ മതി. ഞാൻ പോട്ടെ. അതല്ലേ എന്റെ ജോലി. അക്കാര്യം ഞാൻ ഹലോ, ഇവിടെ എന്താ വിശേഷം? ശവം പൊക്കിയെടുക്കുക. ചത്തയാളുടെ ചത്ത നമ്മുടെ എനിക്കറിയില്ല. ബാലേഷ വന്നേ. നേനോ സ്ഥാനോ, ഞാനും വരുന്നു. ഫോട്ടോ എടുക്കണ്ട. എന്താ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് മാറി, ഒന്ന് മാറിക്കേ. എനിക്ക് പറഞ്ഞ മനസ്സിലായി. എക്സ്ക്യൂസ് മീ. അശ്വതി, അതെ, ഹലോ. ജീവൻ ഇവിടെയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വന്നിട്ട് 3-4 ദിവസമേ ഉള്ളൂ. അശ്വതി, ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 2 ആഴ്ചയായി. ബാലേഷ വാ. ഇതിന്റെ ഫോട്ടോഗ്രാഫർ, കുറച്ച് സ്നാപ്സ് എടുക്കണം. ഓക്കെ, കാര്യം. താങ്ക് യു. അയ്യോ ബാല ഇവിടെ അല്ല, അവിടെ. അയ്യോ സോറി. ഹു ഈസ് ദ ഡിസീസ്ഡ്? നോ ഐഡിയ. ആരാന്നറിയില്ല. വള്ളക്കാരോ അറിയിച്ചതാ വഞ്ചി മുങ്ങി കിടക്കുന്ന കാര്യം. കുറച്ചു ദിവസം ആയതുപോലെ. മർഡർ ആണോ? ഐ തിങ്ക് സോ. റെഡി സാർ, പോകാം. യെസ്, യു പ്രൊസീഡ്. വരട്ടെ അശ്വതി. ശരി, പിന്നെ കാണാം. ഓക്കെ. ആവശ്യത്തിനുള്ള ഫോട്ടോസ് എല്ലാം എടുത്തല്ലോ. ആരാ പോലീസ് ഓഫീസർ? സാറ് ഫോട്ടോ എടുക്കാൻ പോയ ആളല്ലേ ജീവൻ.
ഞങ്ങൾ ഒരുമിച്ചാ ഡൽഹിയിൽ MA പഠിച്ചത്. ഹലോ. ആ ഓഫീസിൽ ചെന്ന ഉടനെ എക്സ്ക്യൂസ് മീ, ഞാൻ ഹോട്ടൽ ചാണക്യ. ആ? എന്റെ പേര് ചാണക്യൻ, ഹോട്ടൽ ചാണക്യയുടെ മാനേജിംഗ് പാർട്ണറാണ്. മാഡത്തിന്റെ പേര് എന്താണാവോ? ഐ എം അശ്വതി ഫ്രം സൺഡേ മിറർ. അശ്വതി. സൺഡേ മിറർ. സൺഡേ ഞായറാഴ്ച, മിറർ കണ്ണാടി. ഞായറാഴ്ച കണ്ണാടിയോ? അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കും. అలాగే ఒక అర్థం ఉండొచ్చు. രക്ഷയില്ല. ഇരിക്കണം. വായിച്ചു നോക്കണം. രണ്ടു മൂന്നെണ്ണം ആയാലും വരുന്നു ഡൽഹിയിൽ നിന്ന്. കുറച്ച് വായിക്കണം. Regret to inform you that the Home Department of the state is not giving sufficient moral support to the customs authorities to prevent the... സച്ച് ആൻഡ് സച്ച് ആക്ടിവിറ്റീസ് അല്ലേ? I will look into the matter, sir. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഇൻഎഫിഷ്യൻസിക്ക് ഡൽഹിയിലുള്ളവരുടെ ചീത്ത ഞാൻ കേൾക്കണോ? I will be alert, sir. പക്ഷേ കമോൺ. സാർ തന്നെ പിന്നെ എന്നെ റെസ്ട്രിക്ട് ചെയ്യരുത്. എനിക്കറിയാം നിങ്ങളത് പറയുമെന്ന്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ വൈരാഗ്യം തീർക്കുന്നത് കയ്യിൽ കിട്ടുന്ന പാവങ്ങളോടാണല്ലോ. പിന്നെ എന്ത് ചെയ്യണം, സർ? അതറിയാമെങ്കിൽ ഞാനതിന് ചെയ്താൽ പോരെ? നിങ്ങളോട് പറയണോ? നിങ്ങൾ എന്ത് ചെയ്താലും ശരി, മേലിൽ ഇത്തരം കംപ്ലൈന്റ്സ് ഉണ്ടാവരുത്. യെസ്, സർ. മിസ്റ്റർ തോമസ്, സർ, നിങ്ങൾ തന്നെ IG ആയിട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. There are other competent persons. തന്റെ കീഴിൽ IG ആയിട്ടിരിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. തന്റെ സീമന്ത പുത്രനുണ്ടല്ലോ, അവനെയും കൂട്ടരെയും അങ്ങനെ ഒരു പുത്രന് ജന്മം കൊടുത്ത തന്നെയും അകത്താക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചു കാലം കൂടിയേ ബാക്കിയുള്ളൂ ഈ ഉടുപ്പൂരാൻ. അതുവരെ പിടിച്ചു നിന്നാ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാ ഗതി കെട്ടിട്ടും തന്റെ മുമ്പിൽ കൈയും കെട്ടി നിൽക്കുന്നത്. തനിക്ക് മനസ്സിലായോടൂ? മിസ്റ്റർ തോമസ് പോയില്ലേ? സാർ, കളയടോ തോമസേ, ഫർഗറ്റ് ഇറ്റ്. ഞാനിത് കുറെ അനുഭവിച്ചിട്ടുള്ളതാ. കാക്കിയിട്ടവന്റെ വിധിയാണിത്. അതല്ല സാറേ, ഈ 6ാം ക്ലാസും ഡ്രില്ലും ഒക്കെ പാസ്സായതിന് മുമ്പിൽ നമ്മൾ ഈ കാക്കി ഉടുപ്പ് ഇട്ടുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ, അത് മഹാബോർഡ് തന്നെയാ. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചു കാലം കൂടിയല്ലേ ഉള്ളൂ. കടിച്ചു പിടിച്ച് നിൽക്കുന്നേ. യു സർപ്രസ് യുവർ എമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അതല്ലേ മാർഗമുള്ളൂ. ഏയ്, അങ്ങനെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. തൊപ്പി പോയാലും ശരി, അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാനടങ്ങും. ഗുഡ് മോർണിംഗ് സർ. ജീവൻ ഇരിക്കൂ. താങ്ക് യു സർ. യുവർ എക്സ് ബോസ് മിസ്റ്റർ തേജ്പാൽ ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. തേജ്പാലിന് ജീവനെ കുറിച്ച് വലിയ മതിപ്പാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ജീവൻ അല്പം ചൂടനാണെന്ന്. പെട്ടെന്ന് പ്രതികരിക്കും. റാദർ എ ക്വിക്ക് റെസ്പോൺസ്. ഞാനിത് പറയാൻ കാരണം, ജീവൻ ഇന്നലെ ക്യാൻറ്റീനിൽ വെച്ച് രാഷ്ട്രീയക്കാരെ പറ്റി ചൂടായി സംസാരിച്ചതായി കേട്ടു. എനിക്കും ആ വർഗത്തെ ഇഷ്ടമല്ല. ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ചോരുന്നത് ഇവിടെ നിന്നാണ്. പുതിയൊരു ഓഫീസർ അധികം സംസാരിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദേഴ്സിന് ഇഷ്ടമാവില്ല. ഐ തിങ്ക് യു ആർ ഇന്റലിജന്റ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് മീ. യെസ് സർ. സാർ, പിള്ള സാർ വന്നിട്ടുണ്ട്. വരാൻ പറയും. അപ്പോ ജീവൻ പൊയ്ക്കോളൂ. ഓക്കെ സർ. ആ, ഗുഡ് മോർണിംഗ്. പിള്ളച്ചേട്ടൻ ഇരിക്കൂ. പിള്ളച്ചേട്ടൻ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ വെച്ച് എന്നോട് ചൂടായപ്പോ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്
കൂടെ ഒന്ന് രണ്ടുപേർ ഉണ്ടായിരുന്നുകൊണ്ടാണ്. പിള്ളച്ചേട്ടൻ ഇപ്പൊ പ്രതിപക്ഷ നേതാവാണെങ്കിലും കുറച്ചുകാലം മന്ത്രിയായിട്ടിരുന്ന ആളല്ലേ. ഞാനിരിക്കുന്ന ഈ കസേരയ്ക്കും പേനയ്ക്കും എന്തു വിലയുണ്ടെന്നുള്ളത് പിള്ളച്ചേട്ടൻ അറിയാമല്ലോ. ഞങ്ങളുടെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടെന്നുള്ള കാര്യം ശരി തന്നെ. എന്ന് വെച്ച് പോലീസുകാർ വെറും പഴങ്കഞ്ഞുകളാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ പിള്ളച്ചേട്ടാ? അതൊക്കെ ആ സമയത്ത് ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞല്ലേ, ധാനൊന്നും കാര്യാക്കണ്ട. അല്ല, അതെനിക്കറിയാം. ഞങ്ങളുടെ ഫോഴ്സിന്റെ കഴിവ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് പിള്ളച്ചേട്ടൻ എന്നെ സഹായിക്കണം. എന്നോട് ബഹളമുണ്ടാക്കിയതുപോലെ ചേട്ടൻ അസംബ്ലിയിലും ബഹളമുണ്ടാക്കണം. കുറെ ബഹളമുണ്ടാകുമ്പോൾ ട്രഷറി ബെഞ്ചുകാർ വളരും. മിനിസ്റ്റർ അന്വേഷണത്തിന് ഓർഡർ ഇടും. പിന്നെ ഞാൻ ഏറ്റു. മാളത്തിൽ നിന്നും തുരപ്പനെ ചാടിക്കുന്നത് പോലെ എല്ലാറ്റിനെയും ഞാൻ പുറത്തേക്ക് അടിക്കും. ഇനി അവൻ ആരായിരുന്നാലും ശരി, എല്ലാ കുട്ടിത്തേവാങ്കളെയും ഞാൻ അകത്താക്കി തരാം. സംശയിക്കണ്ട. ഇല്ല നിനക്ക് ഒന്നല്ല 9 നോട്ടീസാ എനിക്കെതിരായിട്ട്. നാളെ അസംബ്ലിയിൽ അവരെന്നെ പിച്ച് ചീന്തും. മുഖ്യമന്ത്രിക്ക് മകനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം. അച്ഛൻ കിടന്ന് ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. എന്ത് തെളിച്ചു പറയാൻ? മകന്റെ അഴിഞ്ഞാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശസ്സുകൾ. പോലീസിനെ പാവയായി കയ്യിലടക്കി വെച്ചിരിക്കുന്ന മകൻ. ചീഞ്ഞു നാർന്ന് ദുർഭരണം. നാടുനീളെ നടക്കുന്ന കൊലപാതകങ്ങൾ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കറുത്ത കൈകൾ. ഇത്രയും പോരെ? ഇതിൽ കൂടുതൽ എന്ത് തെളിച്ചു പറയാൻ? ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ അതല്ലല്ലോ കാര്യം. ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നാളെ ഭരണകക്ഷി മുറുമുറു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും അറിയാം. തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. അച്ഛൻ ഇത് പറയുമെന്ന് എനിക്കറിയാം. എല്ലാം തുറന്ന് സമ്മതിച്ചേക്ക്. എന്നിട്ട് പീലാത്തോസിനെ പോലെ കൈ ഒഴിക്കോ. ഞാൻ അകത്ത് കിടന്ന് കമ്പി എണ്ണിക്കോളാം. പോരെ? ശേരൻകുട്ടി, എന്താ നട്ടല്ലില്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു. പള്ളിക്കൂടം വാദ്യാരായിട്ട് കഴിഞ്ഞാ പോരായിരുന്നോ? ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത്. MLA-മാരെ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടെ നിന്നുണ്ടായെന്ന വിചാരം? അന്നേ അറിയാൻ പാടില്ലായിരുന്നോ? ഏലപ്പാറ LP സ്കൂളിലെ വെറും വാദ്യാര് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന്. എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട്? 1.5 സെന്റ് ഭൂമിയും ഒരു ഓലപ്പുരയും മുഷിഞ്ഞു നാറിയ ഒരു കതർ ഷർട്ടുമല്ലാതെ. ഇത് മുഴുവൻ കാശ് കൊണ്ടുണ്ടാക്കിയതാ, വെറും കാശ് കൊണ്ട് മാത്രം. അന്നൊക്കെ ശേഖരൻകുട്ടി ആവശ്യം പോലെ ഉപയോഗിച്ചില്ലേ? ഇന്നെന്താ മകനെ വേണ്ടാതായത്? അങ്ങനെ പറഞ്ഞ് നീ എന്നെ ഇരുത്തിയൊന്നും വേണ്ട. അധികാരത്തിന്റെ സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു. ആയിരുന്നു. എന്താ സംശയം? പിന്നെ മോക്ഷം കിട്ടാനാ ഇഞ്ചിക്കാട്ട് രാമകൃഷ്ണപിള്ളയെ മുഖ്യമന്ത്രിയാക്കാൻ ശേഖരൻകുട്ടി പാടുപെട്ടത്? ശേഖരൻകുട്ടി, സർ, സാറിന്റെ പ്രശ്നം എന്താ? നാളെ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന്റെ വായ അടയ്ക്കണം. പോരെ? അവരുന്നയിച്ച ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം. അത്രയല്ലേ ആവശ്യമുള്ളൂ? അതുണ്ടാവും. ഞാൻ ഉറപ്പുവരുന്നു.